എന്ത് കിട്ടുകയാണെങ്കിലും അത് തൻ്റെ അനുയായികൾക്കും കൂടി കൊടുത്തിരുന്നു റസൂൽ. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടി ഒരു സദസ്സിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവിടേക്ക് പാത്രത്തിൽ കുറച്ച് മുന്തിരികളുമായിട്ടൊരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. എന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, റസൂലെ, ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ മുന്തിരികളാണ്, ഇതിൽ നിന്ന് ആദ്യം റസൂല് ഭക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന് സന്തോഷത്തോടു കൂടിയിട്ട് അതിൽ നിന്നൊരു മുന്തിരി എടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഓരോ മുന്തിരികളായിട്ട് കൊണ്ടുവന്ന മുന്തിരി മുഴുവനും പ്രവാചകൻ ഭക്ഷിക്കുകയാണ്. തൻ്റെ കൂടെയുള്ളവർക്ക് എന്തും കൊടുത്തിരുന്ന പ്രവാചകന് അതിൽ നിന്നൊരു മുന്തിരി പോലും തൻ്റെ അനുയായികൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ അത്ഭുതത്തോടു കൂടി അവർ നോക്കുന്നുണ്ട്, എന്താണ് റസൂല് ഞങ്ങൾക്കൊന്നും തരാത്തത് എന്ന് അത്ഭുതത്തോടു കൂടി അവർ നോക്കുന്നുണ്ട്. കൊണ്ടുവന്ന മുന്തിരി മുഴുവനും റസൂല് ഭക്ഷിച്ചത് കണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് അസ്ഹാബി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തൻ്റെ കൂടെയുള്ളവർ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ, എന്തും ഞങ്ങൾക്ക് തന്നിരുന്ന പ്രവാചകന് അതിൽ നിന്നൊരു മുന്തിരി പോലും ഞങ്ങൾക്ക് തരാതെ എന്താണ് അത് മുഴുവനായിട്ട് ഭക്ഷിക്കാനുള്ള കാരണമെന്ന് തൻ്റെ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. പ്രവാചകന് പുഞ്ചിരിച്ചുകൊണ്ടൊരു മറുപടി പറയുന്നുണ്ട്, സ്വഹാബ, ആ മുന്തിരി മുഴുവനും പുളിയായിരുന്നു. അഥവാ ഞാനത് നിങ്ങൾക്ക് തന്നാൽ അത് പുളിയാണെന്ന് നിങ്ങൾ പറയില്ലേ? അതാ മനുഷ്യനെ വേദനിപ്പിക്കലേ. തൻ്റെ വാക്ക് കൊണ്ടുപോലും മറ്റൊരാളെ വേദനിപ്പിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു പ്രവാചകന്. മറ്റൊരാൾക്ക് വേദനിക്കുന്ന കരുതി പുളിയുള്ള മുന്തിരി മുഴുവനായിട്ട് ഭക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.